Welcome all. In this video, I would like to talk about critique of Mahatma Gandhi. So as we all know that Mahatma Gandhi played an important role in the Indian national movement and who led the Indian national movement in a manner different from previous Indian struggles. That distinction is what made Gandhi a great world leader and a source of criticism for many. So the historians like R.P. Dutt, Sarwar Hassan, and R.C. Majumdar, they were all staunch critics of Mahatma Gandhi. നമുക്കറിയാം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി. അതുവരെ ഇന്ത്യക്ക് പരിചിതമായ സമര രീതികളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു സമര രീതിയാണ് മഹാത്മാഗാന്ധി മുൻപോട്ട് വെച്ചതും ഇന്ത്യൻ നാഷണൽ വർക്കേഴ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചതും. ആ ഒരു വ്യത്യസ്തത തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് നാഷണലിസ്റ്റ് ലീഡേഴ്സിൽ നിന്നും ഗാന്ധിയെ വ്യത്യസ്തനാക്കുന്നതും ലോകം അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഗാന്ധി വളരുന്നതും ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന സമയത്ത് ദേശീയ സമര സമയത്ത് ഗാന്ധി നടപ്പിലാക്കിയ സമര രീതികളുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അതേ സമര രീതികളുടെ പ്രത്യേകത തന്നെയാണ് ഗാന്ധിയെ വിമർശിക്കുന്നതിന് വേണ്ടിയും ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചരിത്രകാരന്മാരായ R.P. ദത്തും സർവർ ഹസനും R.C. മജുംദാറും ഒക്കെ ഗാന്ധിയുടെ സമര രീതിയെ വളരെ നിശിതമായി തന്നെ എതിർത്തിട്ടുണ്ട്. So R.P. Dutt, who saw Gandhi's action as a way to protect the interest of India's bourgeoisie. ഇന്ത്യയിലെ ബൂർഷ്വാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഗാന്ധി നടപ്പിലാക്കിയ സമരങ്ങളും ഗാന്ധിയൻ സമര രീതികളും ഇന്ത്യയിലെ ബൂർഷ്വാസിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്നാണ് R.P. ദത്ത് അഭിപ്രായപ്പെടുന്നത്. ആൻഡ് സർവർ ഹസൻ, another person, historian, and who has argued that Gandhi's political ideas and actions were based on Hindu political interest. സർവർ ഹസൻ പറയുന്നത് ഗാന്ധിയുടെ എല്ലാ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഒരു ഹിന്ദു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയായിരുന്നു. ഹിന്ദു സവർണ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയങ്ങളും പ്രവൃത്തിയുമാണ് ഇന്ത്യയിൽ ഗാന്ധി നടപ്പിലാക്കിയത് എന്നുള്ള അഭിപ്രായമാണ് സർവർ ഹസന് പറയുന്നത്. Then R.C. Majumdar, who criticized Gandhi's conflation of religion with nationalist movement. R.C. മജുംദാറിന്റെ അഭിപ്രായത്തിൽ ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ പലതവണ മതത്തെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്. അപ്പം ഒരു രാഷ്ട്രീയ താല്പര്യത്തിലേക്ക് ഒരു മത താല്പര്യവും കൂടി ഗാന്ധി അതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. റിലീജിയനെ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി സമര രീതി മുൻപോട്ട് കൊണ്ടുപോയത് എന്നാണ് R.C. മജുംദാർ അഭിപ്രായപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ the more point about these critics. So first of all, Dutt argues. So R.P. Dutt, who argues that Gandhian methods were a means of protecting the Indian bourgeoisie. When the Rowlatt Act was passed, it led to the widespread unrest and protest in India. As violence broke out, Gandhi took the leadership of the mass movement so that the masses would not turn against the bourgeois. And again, that believes that Gandhi suspended the non-cooperation movement after the Chauri Chaura incident because he feared that bourgeois would lose control of the movement. So, R.P. ദത്ത് അദ്ദേഹത്തിന് ഗാന്ധിയുടെ സമര രീതികളെ വിമർശിക്കുന്നതിന് കൂടുതൽ ഫാക്ച്വലായിട്ട് R.P. ദത്ത് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയുന്നത് ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് പാസ് ചെയ്ത സമയം അതിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും വയലൻസ് ബ്രോക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടൈം ഗാന്ധി ടുക്ക് ദ ലീഡർഷിപ്പ് ഓഫ് ദ മാസ് മൂവ്മെന്റ്. ആ സമയം ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് വരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഗാന്ധി അത്തരം ഒരു ജനകീയ പ്രക്ഷോഭങ്ങളെ നിയന്ത്രിച്ചു എന്ന് വെച്ചാൽ R.P. ദത്ത് പറയുന്നത് ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു ബഹുജന പ്രക്ഷോഭം ബൂർഷ്വാസിനെതിരെ ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ്.
സോ വീണ്ടും നൽകുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗാന്ധി നടപ്പിലാക്കിയ ആദ്യ മാസ് മൂവ്മെന്റ് ആയ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചൗരി ചൗര ഇൻസിഡന്റിനെ തുടർന്ന് ഗാന്ധി അത് സ്റ്റോപ്പ് ചെയ്യാനുണ്ടായിരുന്ന റീസണും ഇതേ ബൂർഷ താല്പര്യം കാരണം തന്നെയാണ്. അതായത് അത് തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ ബൂർഷാസിനെതിരെ ഇന്ത്യൻ ജനത പ്രതികരിക്കുമെന്നും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ബൂർഷാസ് നടത്തുന്ന ഇടപെടലുകൾ നഷ്ടപ്പെടുന്നതിനും കാരണമായി തീർന്നു. Which means that was again skeptical about Gandhi's salt satyagraha and why Gandhi limited the number of participants in salt satyagraha. ദത്ത് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയം വരികയാണ്. വീണ്ടും ഗാന്ധിയുടെ മറ്റൊരു മാസ് മൂവ്മെന്റായ ദണ്ഡി മാർച്ച് അഥവാ ഉപ്പ് സത്യാഗ്രഹം അതൊരു മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് ദത്ത് എടുക്കുന്നു. And R.P. ദത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് why Gandhi limited the number of participants in the salt march. Only 78 members accompanied Gandhi to Dandi. We know that. So ദണ്ഡിയിലേക്കുള്ള യാത്രയിൽ ഗാന്ധി 78 അംഗങ്ങളെ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. So അവിടെയും R.P. Dutt had doubt why Gandhi limited the number of participants in the salt march. And R.P. Dutt concluded that Gandhi manipulated the masses by calling them to action when things were favorable for bourgeois and withdrawing support when things got out of his hand. ഇതെത്ത് പറയുന്നത് ഗാന്ധി ശരിക്കും ഇന്ത്യയിലെ ജനതയെ വഞ്ചിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഗാന്ധിക്കും ബൂർഷാസിനും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ നിയന്ത്രണമുള്ള സമയത്ത് ഗാന്ധി ജനങ്ങളെ അദ്ദേഹത്തിന്റെ സമര രീതിക്ക് വേണ്ടി, സമരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിയുടെ സ്വാധീനം കുറയുന്ന സമയം ഗാന്ധി ജനകീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് അവരെ ഡീവിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ജനങ്ങളെ അതിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമവും നടത്തി. എന്ന് പറഞ്ഞാൽ ഗാന്ധിക്ക് കൺട്രോൾ ഉള്ള സമയത്ത് ഇന്ത്യൻ മാസസിനെ ചേർത്തുകൊണ്ട് തന്നെ സമരം നടത്തുകയും ഗാന്ധിയുടെ കയ്യിൽ നിന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ ജനങ്ങൾ ഒരു ജനകീയ പ്രക്ഷോഭത്തിലേക്ക് വരാത്ത രീതിയിൽ അവരെ മാറ്റിയെടുക്കാനും മഹാത്മാഗാന്ധിക്ക് സാധിച്ചു എന്നാണ് R.P. ദത്ത് ഈ ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. റൗലറ്റ് ആക്ടിലൂടെയും ചൗരി ചൗര ഇൻസിഡന്റിലൂടെയും ദണ്ഡി മാർച്ചിലൂടെയും ഒക്കെ R.P. ദത്ത് കൺക്ലൂഡ് ചെയ്യുന്നത് many times Gandhi used the strength of Indian masses, but what he did that he simply disappointed them. പല കൂടി ഇന്ത്യൻ മാസസിനെ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനതയെ ഗാന്ധി പലതവണ നിരാശരാക്കുകയാണ് ചെയ്തത് എന്നാണ് R.P. ദത്ത് അഭിപ്രായപ്പെടുന്നത്. Then let's see what about K.S. Hassan's opinion about Gandhi's role in Indian national movement. So K.S. Hassan criticized that Gandhi used Hinduism and tradition to lead the Indian freedom movement. So K.S. Hassan പറയുന്നത് K.S. സർവർ ഹസന്റെ അഭിപ്രായത്തിൽ he accepted the leadership of Mahatma Gandhi in Indian national movement, but he had a doubt why Gandhi would mix the Hindu religion and tradition within the national movement. And he said that Gandhi was much inspired by Hindu scriptures, especially Bhagavad Gita. So Hassan pointed out that Gandhi's ideas such as Ram Raj, Dharma Yuddha, and his connection with Hinduism, which distanced Muslims from the Indian national movement. But K.S. Hassan പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും പ്രവൃത്തികളും ഒക്കെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിന്റെ ഒരു സ്വാധീനമാണ്, എസ്പെഷ്യലി ഭഗവത്ഗീത. മാത്രമല്ല ഗാന്ധി മുൻപോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങളായ രാംരാജ്, ധർമ്മയുദ്ധ ഇതൊക്കെ ഹിന്ദുയിസവും ഹിന്ദു സ്ക്രിപ്റ്റേഴ്സുമായി കണക്റ്റഡ് ആണ്. അത് തന്നെയാണ് ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസൺ ദാറ്റ് മുസ്ലിംസ് ഡിഡ്ന്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നാഷണൽ മൂവ്മെന്റ്. സോ ഹസൻ പറയുന്നു എന്തുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിംസ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നതിൽ അവരൊരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ റിലക്റ്റന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണം ഹസൻ പറയുന്നത് മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ആശയങ്ങളും ഒക്കെ much closely associated with Hinduism and Hindu scriptures. So these things distanced Indian Muslims
Muslims to join in Indian national movement. And again, അദ്ദേഹം പറയുന്ന മറ്റൊരു കാരണം, and again he added one more point that according to Hassan, this prevented the possibility of independent India becoming a secular nation. അപ്പോൾ ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്ന ഹിന്ദു സ്ക്രിപ്റ്റേഴ്സും ഐഡിയാസും ഒക്കെയാണ് ഇന്ത്യയെ ഒരു സെക്യുലർ നാഷനാക്കി തീരുന്നതിനുള്ള പ്രശ്നങ്ങൾ. ഇപ്പോഴാണെങ്കിലും നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും നൗ ഡേയ്സ് റിലീജിയൻ ഒരു വലിയ റോൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയിലും ഇന്ത്യൻ പൊളിറ്റിക്സിലും റിലീജിയൻ ഒരു വലിയ ഒരു റോള് നിൽക്കുന്നുണ്ട്. അത് ഇന്ത്യ പൂർണ്ണമായും ഒരു മതേതര രാഷ്ട്രമാകാതിരിക്കുന്നതിന് കാരണം ദേശീയ പ്രസ്ഥാന സമയത്ത് പ്രമുഖ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് മഹാത്മാഗാന്ധിയൊക്കെ മതത്തിന് പല തവണ അതിനെ ഒരു അപ്പീസ് ചെയ്യുന്ന പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ് which prevented the possibility of independent India becoming a secular state, a secular nation. So he believes that Gandhi could have done more to foster unity between Hindus and Muslims. So we know that several times Gandhi tried to bring Hindu-Muslim unity, but most of his actions were futile. അതൊരു പരാജയമായിരുന്നു. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സമയത്തൊക്കെ ഗാന്ധി അതിന് ശ്രമിച്ചതായിട്ട് നമുക്കറിയാം. ആൻഡ് ഹസൻ പറയുന്നു എന്തുകൊണ്ടാണ് ഓൾ ദോസ് ഗാന്ധീസ് ആക്ഷൻസ് were failed, എന്തുകൊണ്ടാണ് അത് പരാജയപ്പെടാനുണ്ടായിരുന്ന റീസൺ. അതിന് അദ്ദേഹം പറയുന്നത് ഇതാണ്, ഗാന്ധിക്ക് അതിൽ കൂടുതൽ, ഗാന്ധി ചെയ്തതിനേക്കാൾ കൂടുതൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കാമായിരുന്നു. Then Hassan also feels that Gandhi's efforts were in vain as Muslims weren't given any assurance that they left them or which left them dissatisfied. അപ്പോൾ ഗാന്ധിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഗാന്ധി പ്രോമിസ് ചെയ്തത് പലതും ഗാന്ധിക്ക് he couldn't keep his promise given to the Muslims. അത് തന്നെ അവരെ ഡിസപ്പോയിന്റ് ചെയ്യുകയും ഡിസാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് K.S. ഹസൻ അഭിപ്രായപ്പെടുന്നത്. Then R.C. Majumdar, another notable nationalistic historian, R.C. Majumdar, who made a detailed study on Gandhi and Gandhian ideas, Gandhian actions. And he stated that Gandhi made a serious mistake by dragging religion into the political arena. So which means he shared the same point of Sarwar Hassan. So in many cases, we know that, or we can get how Gandhi dragged religion into political arena. So Majumdar also criticized Gandhi's stance on the Khilafat issue. ആസി മജുംദാർ അതിനൊരു എക്സാമ്പിൾ പറയുന്നു, എങ്ങനെയാണ് മഹാത്മാഗാന്ധി റിലീജിയൻ ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് കൊണ്ടുവന്നത് എന്നതിന് he came with several examples. One is Khilafat issue. So we know that Khilafat issue എന്ന് പറയുന്നത് in order to restore caliphate or a Turkish emperor in throne, തുർക്കിയുടെ ത്രോണിലേക്ക് അധികാരത്തിലേക്ക് ടർക്കിഷ് റൂളറിനെ വീണ്ടും അവരോധിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു മൂവ്മെന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഹാഡ് എൻ ഇന്റർനാഷണൽ കോസ്, ഇറ്റ് ഹാഡ് ഓൺലി എൻ ഇന്റർനാഷണൽ കോസ്, ഒരു അന്താരാഷ്ട്ര കാരണം മാത്രമാണ് ഇതിനുള്ളത്. സോ ഗാന്ധി അതിനെ പക്ഷേ എന്ത് ചെയ്തു, ഹി യൂസ്ഡ് ഇറ്റ് ഫോർ ബ്രിങ്ങിങ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഹിയർ. ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം യൂണിറ്റി കൊണ്ടുവരുന്നതിനാണ് ഗാന്ധി ഖിലാഫത്ത് മൂവ്മെന്റ് ശ്രമിച്ചത്. സോ അവിടെയാണ് R.C. Majumdar had a doubt the relevance of Khilafat movement in Indian politics. So it stood for an international cause, and why Gandhi intervened the matter. So he said that he concluded that Gandhi wanted to bring Muslims into the national movement. International movement-ിലേക്ക് മുസ്ലിംസിനെ കൊണ്ടുവരുന്നതിന് ഗാന്ധി അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ആയിരുന്നു എന്നതാണ് R.C. മജുംദാറിനെ ഗാന്ധിയുടെ ക്രിട്ടിക് ആക്കി മാറ്റാനുള്ള റീസൺ. And again we have another person, C.M. George, and who called Gandhi as 1/3 politician, 1/3 saint and 1/3 humbug. അപ്പൊ ഗാന്ധി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഗാന്ധി പൂർണ്ണമായും ഒരു സെയിന്റ് അല്ല, ഒരു വിശുദ്ധനല്ല. എന്നാൽ ഗാന്ധി ഒരു പൊളിറ്റീഷ്യനാണോ എന്ന് ചോദിച്ചാൽ ഗാന്ധി ഒരു പൊളിറ്റീഷ്യനാണ്, ഗാന്ധി ഒരു സെയിന്റ് ആണ്. ഒപ്പം തന്നെ ഗാന്ധി കുറെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഗാന്ധി അതിൽ
തെറ്റും കളവും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് CM ജോർജിനുള്ളത്. And others, they called Gandhi's ideas as utopian. Utopian എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ്. അത് ഫോളോ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതും ക്രിട്ടിക്സിന്റെ ഇടയിൽ ഒരു സംശയമുണ്ട്. ഗാന്ധി പറഞ്ഞ പല ആശയങ്ങളും എന്ന് പറയുന്നത് ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ വർക്കേഴ്സിനെ സംബന്ധിച്ച് അത് അത്ര പ്ലീസിങ്ങോ അത്ര ഈസി ആയിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. And critics also charge that Gandhi failed to understand the true nature of British imperialism. So another criticism put on Mahatma Gandhi by the critic, that is, Gandhi failed to understand the true nature of British imperialism. So Gandhi he got many opportunity to understand the British imperialism, but he failed to understand the real mask or the real character of British authorities. From ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിനെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ മഹാത്മാഗാന്ധിക്കുണ്ട്. ഗാന്ധി അത് ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഗാന്ധി ഹാഡ് എ ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ദ ബ്രിട്ടീഷ് സെൻസ് ഓഫ് ജസ്റ്റിസ്. ഇപ്പൊ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഗാന്ധിക്ക് അറിയാം വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് ബ്രിട്ടീഷേഴ്സ്. എന്നിട്ടും ഗാന്ധി, when he took the leadership of Indian national movement, he tried to continue his loyalty towards the Britishers because he had a sense of he had a faith in the British sense of justice. അപ്പം ബ്രിട്ടീഷ് എന്തെങ്കിലും ഒരിക്കൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം, ഒരു വിശ്വാസമായിരിക്കാം ഒരുപക്ഷെ ഗാന്ധിയെ കുറച്ചധിക കാലം ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ഒരു ലോയൽറ്റി കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ എന്നതിന്റെ അപ്പുറത്തേക്ക് വലിയ സമര രീതികളിലേക്ക് പോകാതിരിക്കാൻ ഒരു റീസൺ അതായിരിക്കാമെന്ന് ക്രിട്ടിക്സ് സംശയപ്പെടുന്നു. And he was even willing to sacrifice his ideology to protect this belief. ബ്രിട്ടീഷേഴ്സിന്റെ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഗാന്ധിയുടെ ഒരു അമിത താല്പര്യമായിരിക്കാം ഒരുപക്ഷെ ഗാന്ധി പല സമയത്തും many times Gandhi compromised with his ideology, which means നമ്മൾ പഠിക്കുന്നത് Gandhi was not ready to sacrifice or give up his ideas and actions. ഗാന്ധി ഒരിക്കലും അദ്ദേഹത്തിന്റെ ആശയങ്ങളോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. He is ready to sacrifice his life. അദ്ദേഹത്തിന്റെ ജീവൻ പോലും അതിന് കളയാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് പല തവണ ഗാന്ധി ഹങ്കർ സ്ട്രൈക്ക് ഒക്കെ നടപ്പിലാക്കുന്നത്. പക്ഷെ ചില കേസിൽ ഗാന്ധിയൻ ഐഡിയോളജിയൊക്കെ മാറ്റിവെച്ചതായും ശ്രദ്ധിക്കപ്പെടുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. സോ വൺ ഓഫ് ദ കോർ പ്രിൻസിപ്പിൾ ഓഫ് മഹാത്മാഗാന്ധി, or core principle and strategy of Mahatma Gandhi, none other than that is non-violence. So his ideas on non-violence are only selective. അവിടെയും ക്രിട്ടിക്സ് പറയുന്നു നോൺ-വയലൻസ് ആണ് മഹാത്മാഗാന്ധിയുടെ അടിസ്ഥാന ആശയങ്ങളും പ്രവർത്തനങ്ങളും എങ്കിലും ആ നോൺ-വയലൻസ് പോലും ഗാന്ധി ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. And here is an example, that is, it was in First World War. So that time, ഗാന്ധി എന്ന് പറയുന്നത് നോൺ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളും ഒരാളുടെ പോലും രക്തം ചൊരിയരുത്, ഷെഡ് ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. He himself recruited many Indians into British Army for the First World War against Germany. അപ്പം നോൺ വയലൻസിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തി, ബ്രിട്ടീഷ് നീതിന്യായ വ്യവസ്ഥയോടുള്ള താല്പര്യവും റെസ്പെക്റ്റുമായിരിക്കാം ഒരു പക്ഷേ ചില അവസരങ്ങളിലെങ്കിലും അദ്ദേഹത്തിന്റെ നോൺ വയലൻസിനെ താൽക്കാലികമായി അത് മാറ്റി നിർത്താൻ ഗാന്ധിക്ക് സാധിച്ചത്. അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയം മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യാൻ അയക്കുകയും ചെയ്യുന്നു. He even went to Rajkot and tried to recruit Indians to British Army. എന്നാൽ ചൗരി ചൗര ഇൻസിഡന്റ് വന്നപ്പോഴേക്കും, but his attitude towards the incident at Chowri Chowra was quite different and somewhat puzzling. And similarly, Gandhi's withdrawal of CDM following the Gandhi-Irwin Pact was described by many as a major mistake. So Gandhi left the movement without forcing the government to accept even one of its main demands.
He also failed to accept the government's demand that the death sentence of Bhagat Singh and his two comrades be commuted to life. So Majumdar criticized Gandhi's in view of all this. അപ്പം ഗാന്ധി നോൺ വയലൻസിൽ വിശ്വസിച്ചിരുന്ന ഗാന്ധി ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയം ഇന്ത്യക്കാരെ ബ്രിട്ടീഷ് ആർമിയിലേക്ക് സെലക്ട് ചെയ്തതായിട്ട് നമ്മൾക്ക് അറിവുണ്ട്. ആ കാര്യം ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേ ഗാന്ധി തന്നെ ഫസ്റ്റ് മാസ് മൂവ്മെന്റിന്റെ സമയം ചൗരിചൗര ഇൻസിഡന്റ്, ചൗരിചൗര എന്ന പ്രദേശത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുകയും അതിൽ 22ഓളം പോലീസുകാർ മരണപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ തന്നെ, അറ്റ് ദാറ്റ് ടൈം ഹി വാസ് നോട്ട് ദെയർ, ഗാന്ധി അവിടെ ഉണ്ടായിരുന്നില്ല. ആ ന്യൂസ് അറിഞ്ഞ ഉടനെ തന്നെ ഗാന്ധി എന്ത് ചെയ്തു? ഈ സഡൻലി സസ്പെൻഡഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് ഹു ജസ്റ്റിഫൈഡ് ഹിസ് ആക്ഷൻ ദെയർ. അദ്ദേഹം അവിടുത്തെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ എന്തുകൊണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തു എന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെ ഗാന്ധി ജസ്റ്റിഫൈ ചെയ്ത് സമർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് നോൺ വയലന്റ്. അഹിംസയ്ക്കെതിരായിട്ടൊരു സംഭവം അവിടെ നടന്നപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ആ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ ക്രിറ്റിക്സ് പറയുന്നത് ഗാന്ധി എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ആ മൂവ്മെന്റ് ബ്രിട്ടീഷ് പ്ലാന്റേഴ്സിനേക്കാൾ കൂടുതൽ, അതായത് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പെസൻസ് ആയിരുന്നു, അവര് ബ്രിട്ടീഷ് പ്ലാന്റേഴ്സിനേക്കാൾ കൂടുതൽ അവർ ഇന്ത്യൻ സെമീന്ദാസിനെയാണ് ഫോക്കസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സെമീന്ദാസിനെ അറ്റാക്ക് ചെയ്യുന്നത് ഗാന്ധിക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ ഗാന്ധി ചൗരി ഇൻസിഡന്റ് സ്റ്റോപ്പ് ചെയ്തത് എന്ന് പറയുന്നു. മറ്റൊന്ന്, വിച്ച് മീൻസ് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ഗാന്ധിസ് വൺ ഓഫ് ദ കോർ പ്രിൻസിപ്പൽ നോൺ വയലൻസ്. ദെൻ അനദർ മേജർ തിങ് ഈസ്, ഗാന്ധി പറയുന്നുണ്ട് ഷുഡ് നോട്ട് ഹേറ്റ് ഈവിൾ ഡൂവേഴ്സ്. തെറ്റ് ചെയ്യുന്നവനെ ഒരിക്കലും വെറുക്കരുത്. യു മസ്റ്റ് ഹേറ്റ് ഈവിൾസ് ആൻഡ് ഷുഡ് നോട്ട് ഹേറ്റ് ഈവിൾ ഡൂവേഴ്സ്. തെറ്റ് ചെയ്യുന്ന ആളെ ഒരിക്കലും എതിർക്കരുത്, വെറുക്കരുത്. അതേസമയം അയാളുടെ തെറ്റിനെ തിരുത്താൻ ശ്രമിക്കണം. സോ അത് ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആശയം അവിടെയും അത് ഗാന്ധിക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഹി കുഡ് നോട്ട് കീപ് ദാറ്റ് പോയിന്റ്, ഹേറ്റ് ഈവിൾസ് ആൻഡ് ഡു നോട്ട് ഹേറ്റ് ഈവിൾ ഡൂവേഴ്സ്. ഫോർ എക്സാമ്പിൾ, CDMുമായി ബന്ധപ്പെട്ടുകൊണ്ട് CDM നടക്കുന്ന സമയം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നടക്കുന്ന സമയം, അതിനോട് ചേർന്ന് തന്നെ and many Indians were arrested and some of them were deported, some of them were imprisoned. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, ഈ ക്രിമിനൽ പ്രിസണേഴ്സും സിവിൽ പ്രിസണേഴ്സും. ക്രിമിനൽ പ്രിസണേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ഒന്നെങ്കിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ബോംബോ അങ്ങനെയുള്ള ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇവിടെ ഭഗത് സിംഗ് അടക്കമുള്ള, രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ് അടക്കമുള്ള ആൾക്കാരെ അവര് വയലന്റ് ആയിട്ടൊരു ബിഹേവ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിലാണ്. ആ ടൈമിലാണ് CDM വളരെ സ്ട്രോങ് ആയി പോകുന്ന കണ്ടപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിയായ ലോർഡ് ഇർവിൻ ഹി അറേഞ്ച്ഡ് എ മീറ്റിംഗ് വിത്ത് മഹാത്മാഗാന്ധി. ഗാന്ധിയുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ഏകദേശം ഒരു 15 ദിവസത്തോളം അവിടെ ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ചയ്ക്കുള്ളിൽ ഇന്ത്യക്കാർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ബ്രിട്ടീഷേഴ്സ് റെഡിയാണ് എന്ന് പറയുന്നു. സോ വിച്ച് മീൻസ് ഗാന്ധി ഗോട്ട് എ ചാൻസ് ടു സ്പീക്ക് ഫോർ ദീസ് പീപ്പിൾ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവിനെ പോലെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഗാന്ധിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹി ഡിഡ്ന്റ് സ്പീക്ക് ഫോർ ദം. അവർക്ക് വേണ്ടി ഒന്നും സംസാരിച്ചിരുന്നില്ല. അവരുടെ വധശിക്ഷ ഒരുപക്ഷെ ജീവപര്യന്തമാക്കി മാറ്റാൻ പറ്റിയേനെ ഗാന്ധി അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ എന്നാണ് മജുംദാർ അഭിപ്രായപ്പെടുന്നത്.